ഓർമ്മപ്പെടുത്തേണ്ട വാർത്തകൾ ഫെബ്രുവരി 30 എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഫെബ്രുവരി 31 ഒരു ദിവസം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് മാസികം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത് കുറേ സമൂഹത്തിന് നന്മ വരുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. മാസികത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്യാൻസർ രോഗികളുടെ സമഗ്ര പട്ടിക തയ്യാറാക്കുന്നു എന്നുള്ള വാർത്ത മാസികത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. ഏതൊക്കെയാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകൾ, അതിനുള്ള കാരണക്കാരെന്താണ്, ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയാണോ, നമ്മുടെ ഭക്ഷണ രീതിയാണോ, അതോ നമ്മുടെ സ്ട്രെസ്സാണോ, അല്ലെ മറ്റുള്ള ബാഹ്യമായ ഇടപെടലുകളാണോ ക്യാൻസർ ഇത്രയും കൂടുതൽ കേരളത്തിൽ പകരാൻ ഇടയാക്കുന്നത്? ഒരു സമഗ്രമായ അന്വേഷണം മാസികം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ കാർന്നു തിന്നുന്ന രോഗങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രോഗമാണ് ക്യാൻസർ അഥവാ അർബുദം. ജീവിതചര്യാ രോഗങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ക്യാൻസർ ഒരു പാരമ്പര്യ രോഗവും കൂടെയാണ്. നവജാത ശിശുക്കളിലും വൃദ്ധജനങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന ഈ രോഗം കാർന്നു തിന്നുന്നത് മനുഷ്യജീവനുകളെയാണ്. ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന നിരവധി ക്യാൻസറുകളുണ്ട്. കേരളത്തിലെ സ്ത്രീകളിൽ പ്രധാനമായും കണ്ടുവരുന്ന ക്യാൻസറുകളാണ് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ തുടങ്ങിയവ. പുരുഷന്മാരിൽ പ്രധാനമായും കണ്ടുവരുന്ന ക്യാൻസറുകളാണ് ലങ് ക്യാൻസർ, ഓറൽ ക്യാൻസർ തുടങ്ങിയവ. ആരംഭ ദശയിൽ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് ഒരു 80 അല്ലെങ്കിൽ 90% ആൾക്കാരിൽ നമുക്കത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണമായി കണ്ടുവരുന്ന 3 കോമൺ ക്യാൻസേഴ്സ്: വായിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ. ഈ 3 ക്യാൻസറുകളും ആരംഭദശയിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. ആരംഭദശയിൽ കണ്ടുപിടിച്ചാൽ അത് ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ നല്ല ക്യൂർ റേറ്റ്സും നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ 70 മുതൽ 90% ക്യാൻസറുകളും ഉണ്ടാകുന്നത് ജീവിതചര്യയിലെ വ്യതിയാനം മൂലമാണ്. പുരുഷന്മാരിൽ 50% ക്യാൻസർ രോഗവും ഉണ്ടാകുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം മൂലമാണ്. ലോകത്തിൽ 2.5 മില്യൺ ആളുകൾക്കാണ് ഓരോ വർഷവും ക്യാൻസർ വരുന്നത്. അതിൽ 8 ലക്ഷത്തോളം പേർ ജീവിക്കുകയും 5 ലക്ഷത്തിലധികം പേർ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ 35,000 പേർക്കാണ് കേരളത്തിൽ ഓരോ വർഷവും ക്യാൻസർ വരുന്നത്. ചികിത്സാ ചെലവ് കൂടുതലായതിനാൽ തന്നെ രോഗബാധിതർ ശാരീരികമായി തളരുന്നതിനൊപ്പം സാമ്പത്തികമായി കൂടി തളരുന്നു. സമൂഹത്തിനുണ്ടാകുന്ന തെറ്റിദ്ധാരണ മൂലം ഒറ്റപ്പെട്ടു പോകുന്നവരും കുറവല്ല. ഇതിൽ നിന്നും രക്ഷ നേടാനായി നിരവധി സന്നദ്ധ സംഘടനകൾ രോഗനിർണയ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. സ്വസ്തിയിലെയും RCCയിലെയും ഡോക്ടർമാരുടെ പങ്കാളിത്തത്തോടെ സ്നേഹതാളം പദ്ധതി നടപ്പിലാക്കിയ രോഗനിർണയ ക്യാമ്പുകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ക്യാൻസർ രോഗികൾ കൂടുതലായുള്ളത്, പ്രാദേശിക ഘടകങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ടോ തുടങ്ങിയ കാരണങ്ങൾ സമഗ്രമായി വിലയിരുത്തുന്നതിന് വേണ്ടി ക്യാൻസർ ബാധിതരുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കുന്നതായി ഒരു വാർത്ത 1 മാസം മുമ്പേ മാസികത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ക്യാൻസർ രജിസ്റ്റർ മാത്രമാണ് നിലവിലുള്ളത്. എന്നാൽ സംസ്ഥാനത്തെ 25% ക്യാൻസർ രോഗികളുടെ കണക്ക് മാത്രമേ ഇപ്രകാരം ലഭിക്കാനിടയുള്ളൂ. 25 ലക്ഷം രൂപയിലേറെ വാർഷിക ചെലവും ഈ രജിസ്റ്ററുകളുടെ തയ്യാറാക്കലിനായി വേണ്ടിവരുന്നു. RCC ഡയറക്ടർ പോൾ സെബാസ്റ്റ്യൻ കൺവീനറായ 6 അംഗ സമിതിയാണ് വിവരശേഖരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ക്യാൻസർ രോഗികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് സ്വകാര്യ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട്. ഗവേഷണ മേഖലയ്ക്കും നേട്ടമുണ്ടാക്കുന്നതിനായി ഈ സമഗ്ര പട്ടിക സഹായിക്കും. ചികിത്സയിലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും ഈ സമഗ്ര പട്ടിക വഴി സാധിക്കും. ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള വിവരശേഖരണത്തിന് ന്യൂനതകളുണ്ടെന്നിരിക്കലും വാർത്ത വന്ന് 1 മാസം പിന്നിടുമ്പോൾ സമഗ്ര പട്ടിക തയ്യാറാക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാൻസർ രോഗത്തിന്റെ ദുരിതമാകുന്ന ഇരുളിൽ നിന്നും കേരളത്തെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഈ സമഗ്ര പട്ടികയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാസികം. ആരംഭദശയിൽ പലപ്പോഴും സർജറി മുഖാന്തരം നമുക്ക് ക്യാൻസർ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുവാൻ സഹായിക്കും. പല രോഗികളും വരുന്നത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള രോഗികൾ പലപ്പോഴും ശസ്ത്രക്രിയയുടെ കൂടെ തന്നെ അതിനു മുമ്പോ അതിന് ശേഷമോ റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയോ ആവശ്യമായി വരും.
ക്യാൻസർ ശസ്ത്രക്രിയകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും രോഗികൾക്കുണ്ടാകുന്ന പ്രധാന സംശയം അല്ലെങ്കിൽ അവരുടെ ഭീതി എന്ന് പറയുന്നത് ശസ്ത്രക്രിയയോട് അനുബന്ധിച്ചുണ്ടാകുന്ന വൈരൂപ്യങ്ങളാണ്. സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയവയിലും പ്രത്യേകിച്ചും രോഗികൾക്ക് അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള അവരുടെ അപ്പിയറൻസിനെ പറ്റി വളരെ സംശയമുണ്ടാകും. അവർ വളരെ ഭീതിയോടുകൂടിയാണ് ഇതിനെ കാണപ്പെടുന്നത്. എന്നാൽ മിക്കവാറും ഇങ്ങനെയുള്ള ക്യാൻസറുകൾ പ്രത്യേകിച്ച് അവരുടെ ആദ്യ സ്റ്റേജുകളിൽ ചെറിയൊരു ശസ്ത്രക്രിയ കൊണ്ടുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ക്യാൻസർ സർജനും അതോടൊപ്പം ഒരു പ്ലാസ്റ്റിക് സർജനും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അതിനെ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് പലപ്പോഴും ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകുന്ന വൈരൂപ്യങ്ങൾ വളരെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും. രോഗമില്ലാത്ത ഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. അതുകൊണ്ട് രോഗിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല. ചിലപ്പോൾ ചെറിയ നേരിയ തോതിൽ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ വരുന്ന നിറഭേദം ഇങ്ങനെ കാണാറുണ്ടെങ്കിലും ഇപ്പോഴുള്ള ചികിത്സാ സമ്പ്രദായം റേഡിയേഷൻ ചികിത്സയ്ക്ക് ഇതൊന്നും തന്നെ ഒരു കാര്യമായി പരിഗണിക്കേണ്ട ഇല്ല. റേഡിയേഷൻ നമ്മൾ ഒരു എക്സ്റേ പരിശോധന പോലെ തന്നെ ഒട്ടും വേദന ഉണ്ടാക്കുന്നതല്ല. ഏതാനും മിനിറ്റുകൾ അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ നൽകാൻ കഴിയും. ചിലപ്പോൾ 1 മാസം മുതൽ 45 ദിവസം വരെ ഈ ചികിത്സ നീണ്ടു നിൽക്കും. സ്തനാർബുദം സ്ക്രീനിംഗ് വഴി നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമേ ഉള്ളൂ. സ്ക്രീനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖം ഇല്ലാത്ത ഒരവസ്ഥയിൽ തന്നെ സ്ത്രീജനങ്ങൾ അവർക്ക് അസുഖമുണ്ടോ എന്നതിനായി സ്വയം ഒരു ക്ലിനിക്കിൽ ചെന്ന്, നമ്മുടെ സ്ക്രീനിങ് ക്ലിനിക്സിൽ ചെന്ന് പരിശോധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മാസികം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ബിയർ വൈൻ ഉപയോഗം കേരളത്തിൽ കൂടി എന്നുള്ള വാർത്തയാണ്. എന്താണ് ഇതിന് കാരണം? അവൈലബിലിറ്റി ആണോ? സർക്കാർ വിചാരിച്ചത് ബാറുകൾ പൂട്ടുന്നതോടെ മദ്യപാനം കുറയുമെന്നുള്ളതാണ്. പക്ഷേ അതിനുപരിയായിട്ട് ബിയറിൻ്റെയും വൈനിൻ്റെയും വിൽപ്പന കൂടി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിലെ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അവൈലബിലിറ്റി ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ കൺസപ്ഷൻ എന്നുള്ള കാര്യം. കൂടുതൽ വിശേഷങ്ങളുമായി മാസികം. ആഘോഷങ്ങളെന്നും മലയാളികൾക്കൊരു ഹരമാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നുണ്ട്: മദ്യം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം വന്നതോടുകൂടി ആശ്വസിച്ചവരുടെ ശ്രദ്ധ ചില കണക്കുകളിലേക്ക് ക്ഷണിക്കുകയാണ് മാസികം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം സംസ്ഥാനത്ത് ബിയർ വൈൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതായാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ബിയറിന്റെ ഉപയോഗം 63.65%, വൈനിന്റെ ഉപയോഗം 260.02% വർദ്ധിച്ചെന്ന് സുബോധം ഐക്കൺ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014-2015 വർഷത്തെ ബീവറേജസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് ബ്രാൻഡ് വിൽപ്പന 37.16%, റമ്മിന്റെ വിൽപ്പന 30.28%, ബിയറിന്റെ വിൽപ്പന 27.98%, വോഡ്കയുടെ വിൽപ്പന 3.42%, വിസ്കിയുടെ വിൽപ്പന 0.84%, വൈനിന്റെ വിൽപ്പന 0.28%. എന്നാൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഈ കണക്കുകൾക്കപ്പുറമാണ് കേരളത്തിന്റെ മദ്യ ഉപഭോഗമെന്നാണ് സുബോധം പരിപാടിയുടെ വിലയിരുത്തൽ. സർക്കാർ നടപ്പിലാക്കിയ വികലമായ മദ്യനയം വഴി സെക്കൻഡ് മദ്യം, തേർഡ്സ് മദ്യം, വ്യാജമദ്യം, സൈനിക കോട്ട, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യം, വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന മദ്യം, ഇവയുടെയെല്ലാം ഉപയോഗം കൂടിയിട്ടുണ്ട്. കേരളത്തിലെ 334 കോടി ജനങ്ങളിൽ 32.9 ലക്ഷം പേർ മദ്യപാനികളാണ്. ഇതിൽ 29.8 ലക്ഷം പുരുഷന്മാരാണെങ്കിൽ 3.1 ലക്ഷം പേർ സ്ത്രീകളാണെന്നതാണ് സത്യം. 5 ലക്ഷം പേർ ദിവസവും മദ്യം ഉപയോഗിക്കുന്ന കേരളത്തിലാണ് ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും ആഹാരത്തിനും വകയില്ലാത്ത ജനങ്ങളും ജീവിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഉപയോഗം 5.4 കോടി ലിറ്റർ കുറഞ്ഞെന്നും സമ്മേളനം വിലയിരുത്തിയിട്ട് 1 മാസം പിന്നിട്ടിട്ടും അധികൃതരിൽ നിന്നും വേണ്ട നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സമ്പൂർണ്ണ മദ്യനയം വന്നാലും മദ്യത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കാനാകില്ല എന്ന തെളിവുകളാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നതാണ് വാസ്തവം.
ഇനി മാസികത്തിൽ ഒരു ചെറിയ ഇടവേള.